എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ coreldraw ഒരു മലയാളം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഫോണ്ട് അതായത് ഒരു സാധാരണ ഫോണ്ടാണ്, KVML നസീമ. ആ ഫോണ്ട് ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ മലയാളം ഫോണ്ട് തന്നെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന വിധം അത് ചെറിയ നമുക്ക് ഏത് ഫോണ്ടിലും വേണമെങ്കിലും ഇതുപോലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഫ്ലോറൽ ടൈപ്പ് ആക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിന് കുറച്ചുകൂടെ അനുയോജ്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫോണ്ടാണ്. അതുകൊണ്ടാണ് ഇതെടുത്തത്, KVML നസീമ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇതുപോലുള്ള കുറച്ച് എന്താ പറയുക, അസംസ്കൃത വസ്തുക്കൾ മതി നമുക്ക്. ഇത് വെച്ച് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഉണ്ണി ഗണപതി എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇതിൽ ഓരോന്നും എടുത്ത് അതായത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അത് എങ്ങനെ ഒരാളെ ചോയ്സിനനുസരിച്ച് വെക്കാം. ഇങ്ങനത്തെ ഒരു കുറച്ച് ഐറ്റംസ് സ്വാഷ് എന്നാണ് പറയുക ഇതിന്. ഇതുപോലുള്ള സംഭവങ്ങൾ നെറ്റിലടിച്ച് നോക്കിയാൽ കിട്ടും. ഫോണ്ട് സ്വാഷ് എന്ന് പറയും. അത് ഇതിലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ടാവും. അത് നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് തന്നെ ഫോണ്ട് പല വെറൈറ്റിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് ഇങ്ങനത്തത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോന്നും നോക്കി വെക്കുക. ഓരോ പ്ലേസിലായിട്ട് അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വെക്കുക. പിന്നെ ഞാൻ ഓരോന്നും സെറ്റ് ചെയ്യുകയാണ്. അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് വെക്കാൻ പറ്റും. ഇതുപോലുള്ള സ്വാഷുകൾ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഫോണ്ട് സ്വാഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നെറ്റിൽ കിട്ടുന്നതാണ്. ഇതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു ഔട്ടർ ലൈന് വരുന്നുണ്ട്. ആ ലൈനും നമ്മുടെ ആ ഉണ്ണി ഗണപതി എന്ന് അടിച്ചിരിക്കുന്ന ആ ലൈനിൻ്റെ അടുത്ത് മൈനസ് ചെയ്യുക. അപ്പോൾ ആ ഔട്ടർ ഞാൻ ഒഴിവാക്കി. അതുപോലെ ഈ ഒരു പ്ലേസിലും അതുപോലെ തന്നെ ചെയ്യുക. ഞാനത് വൈറ്റും എടുത്തിരിക്കുകയാണ്. അതെല്ലാം കൂടെ ഒന്നായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്ത് ഒരു കളർ കൊടുത്തിട്ടുണ്ട്, മഞ്ഞ കളറ്. ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്കിത് കിട്ടി. ഇനി ഞാൻ പെൻ ടൂൾ എടുത്ത് എൻ്റേതായ ഒരു ചോയ്സിൽ ഞാനൊരു ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നായിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ അത് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ആ ലൈന് സെലക്ട് ആയിട്ടാണ് ഉള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഉണ്ണി ഗണപതി എന്നുള്ളത് കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതുകൂടെ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം ഇനി ഒന്നുകൂടെ അതേ പഴയതുപടി ആ 2 ലെയർ സെലക്ട് ചെയ്യാം. അത് നമ്മളെ പെന്ന് വെച്ച് വരച്ചിരിക്കുന്നതും ആ ഉണ്ണി ഗണപതി എന്നുള്ളത് ഒന്നുകൂടെ സെലക്ട് ചെയ്തതിന് ശേഷം സിംപ്ലിഫൈ ക്ലിക്ക് ചെയ്ത് അത് പോയി. അപ്പോൾ ഇത് പകുതിയായിട്ട് വന്ന് നമുക്ക് 2 പീസായിട്ട് തന്നെ വന്നു. അപ്പോൾ അതിൽ മുകളിലെ പീസിൽ ഞാൻ മഞ്ഞ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്നു. താഴത്തെ പീസ് ഗ്രീൻ കൊടുത്തു.
അപ്പോൾ ഈ ഒരു എഫക്റ്റിലേക്ക് ഇത് വന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഫോണ്ടിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഈ ഡിസൈനിന് ആവശ്യം ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ അയച്ചു തരുന്നതാണ്. ഇങ്ങനത്തെ കുറച്ച് സ്വാഷ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഞാൻ CorelDRAW ഫയൽ അയച്ചു തരുന്നതാണ്. അതെന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ വാട്സപ്പ് നമ്പറിൽ. ഓക്കെ.